ഏറ്റവും സന്തോഷകരമായ സുഖ സൗകര്യങ്ങളോടുകൂടിയ സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഒറ്റ തീരുമാനം എടുത്താൽ മതി. കോമഡി ആണെങ്കിലും കാര്യമാണ് പറഞ്ഞത്. സാറില്ല, നമുക്ക് സന്തോഷം വേണോ, സമാധാനം വേണോ, സുഖ സൗകര്യങ്ങളോടെയുള്ള ജീവിതം വേണോ എങ്കിൽ ഒറ്റ തീരുമാനം മതി, ഒറ്റ ചിന്ത മതി, ഒന്ന് ആലോചിച്ച് കുത്തിയാൽ മതി എന്നാ പറഞ്ഞത്. ആ വേല മനസ്സിലിരിക്കട്ടെ. മുകേഷണ്ണൻ അവിടെ കുത്തിയല്ലേ പറ്റുള്ളൂ. കാരണം മുകേഷണ്ണൻ സംഭവിച്ചു തന്നില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം. പിന്നെ കേട്ടോ, കാര്യം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തുടർഭരണം വേണം. സൗകര്യങ്ങള് ഇവർക്കൊക്കെ വേണമെങ്കിൽ തുടർഭരണം വേണം. എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും, പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. പക്ഷെ ജനങ്ങൾക്ക് അത്യാവശ്യം ഇല്ലെണ്ണ, ജനങ്ങൾക്ക് ഒരാവശ്യമില്ല, ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. 78% പോളിംഗ് ഒക്കെ ഇത്രയും കനത്ത ചൂടിനും വെയിലിനും ജനങ്ങൾ അത് കാഴ്ച വെക്കണമെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രകടനം ഇലക്ഷന് കാഴ്ച വെക്കണമെങ്കിൽ തീരുമാനിച്ചിറങ്ങിയതാ. എനിക്കറിയില്ല ഇവൻ ആരാന്ന്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ജനങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. ഇറക്കാൻ വേണ്ടി തന്നെ ഒടുക്കത്തെ ഇരിപ്പായിരിക്കും ഈ 5-6 ദിവസം കൂടെ കസേരയിൽ എല്ലാരും ഞെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചു. വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. മഹാ ചെറ്റേ, നിന്നെ പോലെ മഹാ തെണ്ടികളെയും മഹാ എംബോക്കികളെയും ഞാൻ കുറെ കണ്ടണ്ടാ. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ എന്നൊക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ ഭരണത്തിൽ നിന്ന് അവരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതാണ് ചരിത്രം, അതാണ് ഇപ്പൊ ആവർത്തിക്കാനും പോകുന്നത്. വിഷമുണ്ടോ? വിഷമിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്ത് നേരിടാൻ തയ്യാറായിരിക്കാം. ഇനി ഇവിടെ ഒരു ചർച്ചയില്ല, എല്ലാവരും ഊട്ടുപുരയിലേക്ക് പോട്ടെ. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.